വയനാട് രാഹുൽ ഗാന്ധിയെങ്കിൽ BDJS-ൽ നിന്നും സീറ്റ് ഏറ്റെടുക്കാൻ BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ധാരണ. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ മത്സരിപ്പിക്കും. NDA ഇന്ത്യ മുന്നണി മത്സരം എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് നീക്കം. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർവഹിക്കും. അന്ന് തന്നെ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്ര ആരംഭിക്കും. അലക്സ മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ, വയനാട്ടിൽ എന്ത് തന്ത്രത്തിനാണ് BJP ഒരുങ്ങുന്നത്? വേണു, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ചില തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ BJP എടുത്തിട്ടുള്ളത്. അതിൽ BJPയുടെ പ്രധാനപ്പെട്ട തീരുമാനം ജനുവരി ആദ്യവാരം മുതൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം ആരംഭിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിക്കും ജനുവരി ആദ്യവാരം മുതൽ തന്നെ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ആ ഘട്ടത്തിൽ തന്നെ തുടങ്ങിവെക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാടുമായി ബന്ധപ്പെട്ടാണ്. വയനാട് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ BDJS-ൽ നിന്ന് BJP ആ സീറ്റ് ഏറ്റെടുക്കും എന്നുള്ളതാണ് നിലവിലെ ആലോചന. സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ പല പേരുകളിലേക്ക് അത് കെ സുരേന്ദ്രൻ അടക്കമുള്ള പല പേരുകളിലേക്ക് അത് മാറും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. NDA ഇന്ത്യ മുന്നണി മത്സരം, അത് ശക്തമായ മത്സരം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ NDA നടത്തുന്നു എന്ന പ്രതീതി ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനാണ് പാർട്ടി ആലോചിച്ചിരിക്കുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടിയുണ്ട്. അത് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പുതിയ നവ വോട്ടർമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 24-ന് ഈ പരിപാടി സംഘടിപ്പിക്കും സംസ്ഥാന വ്യാപകമായി. അതുപോലെ അയോധ്യ പ്രാണപ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി 12-ന്. മാത്രമല്ല ബൂത്ത് തലം മുതൽ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുകയാണ്. അവർക്ക് സ്ഥാനമാനങ്ങളും നൽകുന്നുണ്ട്. ശരി, അലക്സ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.